രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ ആരോപണങ്ങൾ വന്നിരുന്നു. രാഹുലിന്റെ ദുർനടത്തം, അതോടൊപ്പം തന്നെ ഗർഭചിത്രത്തിന് ഇടപെട്ടു തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ഉയർന്നിരുന്നത്. ഈ ഘട്ടത്തിൽ രാഹുൽ പ്രതികരിച്ചത് ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞായിരുന്നു. മുഖമില്ലാത്തവർ നടത്തുന്ന ആരോപണങ്ങൾ എന്നതായിരുന്നു രാഹുലിന്റെ മറുപടി. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് യുവനടി റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. നേതാവിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും അത് രാഹുലിനെ ഏൽപ്പിച്ചത് വലിയ പ്രഹരമായിരുന്നു. അതായത് ഒരു യുവ നേതാവ് തനിക്ക് അശ്ലീല സന്ദേശം അയച്ച് ശല്യപ്പെടുത്തി എന്നതാണ് അവർ പറഞ്ഞത്. പല സ്ത്രീകൾക്കും ഈ നേതാവിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. പല പ്ലാറ്റ്ഫോമിലും ഈ യുവ ജനപ്രതിനിധിയെക്കുറിച്ച് പരാതി പറഞ്ഞെങ്കിലും ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നും അവർ വ്യക്തമാക്കി. ഇന്നും അവർ ആ ആരോപണം തുടരുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന ചോദ്യത്തിന് ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ആളാണ് എന്നതായിരുന്നു അവരുടെ മറുപടി. അതോടുകൂടി കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാവുകയായിരുന്നു. ആരെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്നും ബോധ്യമായി. ഹൂ കെയേഴ്സ് എന്ന് തന്നെയാണ്, അത് തന്നെയാണ്. ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം, വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും ഫയർ ചെയ്തു, നന്നായിട്ട് ഫയർ ചെയ്തു. പക്ഷേ ഈ പറയുന്ന ആരോപണ വിധേയരാകുന്ന വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സംവിധാനത്തിൽപ്പെട്ടവരൊക്കെ ഈ രീതിയിൽ എനിക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അതിന് ഞാൻ യാതൊരു കാരണവശാലും ഭയപ്പെടുന്നില്ല. ആ രീതിയിൽ ഭയപ്പെടുത്തി എന്നെ പിന്മാറ്റാനും സാധിക്കും. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ? നടി റിനി ആൻഡ് ജോർജിന് പിന്നാലെ എഴുത്തുകാരി ഹണി ഭാസ്കറും രാഹുലിനെതിരെ രംഗത്ത് വന്നു. തന്നോട് ചാറ്റ് ചെയ്ത ശേഷം തന്നെക്കുറിച്ചും മറ്റുള്ളവരോട് രാഹുൽ മോശമായി പറഞ്ഞു എന്നതാണ് അവർ വ്യക്തമാക്കിയത്. രാഹുൽ ഇരയാക്കിയ ഒരുപാട് പേരെ തനിക്ക് അറിയാമെന്നും അവർ വ്യക്തമാക്കി. എൻ്റെ സുഹൃത്തുക്കളിൽപ്പെട്ടവർക്ക് തന്നെ അനുഭവമുണ്ട്. അപ്പം യൂത്ത് കോൺഗ്രസിലെ പ്രധാന പ്രശ്നമായിട്ട് ഈ സുഹൃത്ത് പറഞ്ഞ കാര്യം, ഷാഫി പറമ്പിലിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, അയാളിലെത്തുന്ന പരാതികൾ എങ്ങോട്ടും എത്താറില്ല എന്നുള്ളതാണ്. ഇതെല്ലാം ആയതോടുകൂടി രാഹുലിന്റെ പ്രതിരോധം അപ്പാടെ പാളി. യുവതികൾ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നതോടെ മറ്റ് നേതാക്കളും രാഹുലിനെ കൈവിട്ടു. ക്യാമറമാൻമാരായ ബിനു തോമസിനും വിജേഷ് പുതുവാശ്ശേരിക്കുമൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.